തീർച്ചയായിട്ടും എൻ്റെ പ്രസ്ഥാനം എന്നെ ചേർത്ത് പിടിച്ചു. കാരണം മറ്റ് രാഷ്ട്രീയ സംഘടനകളെല്ലാം ചേർത്ത് പിടിക്കുന്നെന്ന് പറയുന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ പോലും അതെല്ലാം പേരുകളിൽ മാത്രം അല്ലെങ്കിൽ അവരുടെ വാചകങ്ങളിലേക്ക് മാത്രം ഒതുങ്ങുന്നൊരു ശൈലിയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDF ഞങ്ങളെ അംഗീകരിച്ചു, ഞങ്ങളെ ചേർത്ത് പിടിച്ചു. ട്രാൻസ്ജെൻഡർ കോൺഗ്രസിൻ്റെ ഒരു വിജയം തന്നെയാണ്. കാരണം ഞങ്ങൾക്കും ഈ മുഖ്യധാര സമൂഹത്തിൽ പുരുഷനെയും സ്ത്രീകളെയും പോലെ, ഞങ്ങളും സ്ത്രീകളാണ്, ഞാനൊരു സ്ത്രീയാണ്, എങ്കിൽ പോലും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയെ അംഗീകരിച്ച് എല്ലായിടങ്ങളിലും ഞങ്ങൾക്കും കഴിവ് തെളിയിക്കാമെന്ന് പ്രസ്ഥാനം ഞങ്ങൾക്കൊരു അവസരം തരികയാണ്. ആ പ്രസ്ഥാനത്തിനോടൊപ്പം തന്നെ നിന്ന് മുന്നോട്ട് പോകും ഏതറ്റം വരെയും. തീർച്ചയായിട്ടും വളരെ നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവരവകാശപ്പെടുന്നത് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണെന്നാണ്. ആ കോട്ടയെ ചെതറി ആ കോട്ട തന്നെ ഇല്ലാണ്ടാക്കുന്ന ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കും. UDF അവിടെ ജയിക്കും. അവിടുത്തെ ജനങ്ങൾ, നിങ്ങൾക്കറിയാം, ഈ വയലാറേക്ക് പോകുമ്പോൾ അവിടെ പുന്നപ്ര വയലാർ വരുമ്പോൾ മാത്രം ആ രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അവരുടെ ആ വിശിഷ്ട ദിവസം വരുമ്പോൾ മാത്രം ആ ഒരു റോഡുണ്ട്, ആ പണിക്ക് വീട് സ്കൂളിലോട്ട് പോകുമ്പോൾ റോഡുണ്ടായിരുന്നു. ആ റോഡിൻ്റെയൊക്കെ ഒരു പരിതാപകരമായിട്ടുള്ള അവസ്ഥ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നതാണ്. പിന്നെ ആനുകൂല്യങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്നതും രാഷ്ട്രീയം നോക്കി കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, ജനങ്ങളെ വേർതിരിച്ച് കാണുന്ന ഒരു മുന്നണിയാണ് അവിടെ ഭരിക്കുന്നത്. നമുക്കറിയാം, ചേർത്തലയിൽ ഒരു മന്ത്രിയുണ്ട്. ഈ CPI ആണ് എതിർകക്ഷി. എൻ്റെ സ്ഥാനാർത്ഥിയും ഇപ്പോൾ അവിടെ നിലവിൽ ഒരു CPIയുടെ ആണ്. അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിൻ്റെ മണ്ഡലം കൂടിയാണ്. ആ മണ്ഡലത്തിൽ എന്ത് വികസനമാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് പരിശോധിക്കേണ്ടി വരും. കാരണം ഒരു മന്ത്രിയുടെ നിയോജക മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു ഡിവിഷൻ കൂടിയാണ്. അപ്പോൾ അവിടെ എന്ത് വികസനമാണ് നടന്നിട്ടുള്ളത്? CPI ഭരിക്കുന്ന ഒരു ഡിവിഷനിൽ എന്ത് വികസനമാണ് നടത്തിയിട്ടുള്ളത്? പ്രകസനം മാത്രം. ഈ പറയുന്ന മന്ത്രി പോലും കാലാകാലങ്ങളിലായി കൃഷിഭൂമികളിൽ പോയി വിളവെടുക്കുമ്പോൾ ചെരുപ്പൂരി, അവിടെ പോയി ഡാൻസ് കളിച്ചിട്ട്, അവിടെ പോയി ഫോട്ടോ എടുത്തിട്ട്, സെൽഫി എടുത്തിട്ട്, അങ്ങനെയല്ലാണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യുന്നത്? അതുപോലെ തന്നെ ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് അവിടുത്തെ ഡിവിഷനിലെ മെമ്പർ. എന്താണ് അദ്ദേഹം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുവാണ്. തൊട്ടടുത്ത ദിവസം തന്നെ പ്രചരണം ആരംഭിക്കും.